കുറ്റ്യാടിപ്പുഴയിൽ മരുതോങ്കര പഞ്ചായത്തിലെ അടുക്കത്ത് മുറിച്ചോർ മണ്ണിൽ ഭാഗത്ത് തീരമിടിയുന്നു. 4 വീട്ടുകാർ അപകട ഭീഷണിയിൽ. 1.5 ഏക്കറോളം സ്ഥലം ഇതിനകം തന്നെ പുഴയെടുത്തു. കുറ്റ്യാടിപ്പുഴ ഗതിമാറി ഒഴുകിയതോടെ 2005-ലാണ് അടുക്കത്ത് മുറിച്ചോർ മണ്ണിൽ ഭാഗം പുഴയോരമിടിയാൻ തുടങ്ങിയത്. എതിർവശത്ത് രൂപപ്പെട്ട മൺതിട്ടകൾ മാറ്റി പുഴയുടെ ഒഴുക്ക് നേരെയാക്കുന്നതിനും പുഴ തീരം കെട്ടി സംരക്ഷിക്കുന്നതിനും നടപടി ആവശ്യപ്പെട്ട് 2007 മുതൽ നാട്ടുകാർ കലക്ടർ മുതൽ മുഖ്യമന്ത്രിക്ക് വരെ പരാതി നൽകി. എന്നാൽ ഇന്നേവരെ പുഴയോരം സംരക്ഷിക്കുന്നതിന് കാര്യക്ഷമമായ നടപടികളൊന്നും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ പുഴയിലെ ജലനിരപ്പും ഒഴുക്കും വർദ്ധിച്ചതോടെ ബുധനാഴ്ച മുതൽ വലിയ രീതിയിലാണ് തീരം ഇടിയുന്നത്. പുഴയോരത്തുള്ള മുറിച്ചോർ മണ്ണിൽ ഹമീദിന്റെ വീടാണ് ഏറെ അപകട ഭീഷണി നേരിടുന്നത്. ഭയത്തോടെയാണ് കഴിയുന്നതെന്ന് ഹമീദിന്റെ ഭാര്യ സുബൈദ പറഞ്ഞു. 4 കൊല്ലമായി ഞാൻ എൻ്റെ വയ്യ തന്നെ നടക്കുന്നു. ഞാൻ കളക്ടറെത്തും എല്ലാവിടെയും പോയി, എല്ലാ സ്ഥലത്തും ഞാൻ പോയി എല്ലാം കൊടുത്ത്. പഞ്ചായത്തിനൊന്നും ഒരു തീരുമാനം, ആദ്യം പഞ്ചായത്തിലാണ് ഞാൻ എല്ലാം കൊടുത്ത്. മറ്റോലെ ആരും ഒന്നും തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഞാൻ നടുകോരി ഒഴിവാക്കി തരുവാൻ വേണ്ടി കൊടുത്ത് അതും ഒഴിവാക്കിയില്ല. ഈ മഴ പെയ്യുന്നവരെ ഞാൻ പോയതാ, എല്ലാവരെയും കാല് ഞാൻ പിടിച്ചിട്ട് 4 കൊല്ലമായി. എൻ്റെ മാപ്പിൾക്ക് ഒരു സ്ഥലത്തും പോകാനും വയ്യില്ല, എവിടെയും പോയി നിന്നൂടാ. എൻ്റെ മക്കളെ അടുത്ത് തന്നെ പോകാത്ത 2 കൊല്ലം എവിടെയും കയറിക്കൂടാ. ഇവിടെ തന്നെ 4 ആൽമല കയറിയിട്ടാണ് ഇവിടെ എത്തുന്നത്. ഇങ്ങനത്തെ അവസ്ഥയാണ്. പഞ്ചായത്തിനോട് എല്ലാവരുടെയും ഞാൻ പോയിക്ക്, പഞ്ചായത്ത് ഒന്നും തിരിഞ്ഞു നോക്കിയിട്ടില്ല ഞങ്ങളെ. കൂടാതെ മുറിച്ചോർ മണ്ണിൽ കുഞ്ഞമ്മദ്, അഷ്റഫ്, മണ്ടൂർക്കണ്ടി അമ്മദ് എന്നിവരുടെ മറ്റു 3 വീടുകൾ കൂടി അപകട ഭീഷണിയിലാണ്. ജനപ്രതിനിധികളും അതുപോലെ തന്നെ എല്ലാ ഡിപ്പാർട്ട്മെന്റിലും ഞങ്ങൾ പരാതി കൊടുത്തിരുന്നു. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാനും ഈ ജയ്സലും കൂടിയാണ് എല്ലാ സ്ഥലത്തും പോയത്. പിന്നെ രാവിലെ മെമ്പറും പിന്നെ പഞ്ചായത്ത് പ്രസിഡന്റും വന്നിരുന്നു. അപ്പം വലിയൊരു തെങ്ങ് ഇവിടെ ഇപ്പം കടവഴി നിൽക്കുന്ന അവസരത്തിൽ പ്രസിഡന്റ് അന്നേരം തന്നെ ബഷീറിനെ, ജനകീയ സേനൻ്റെ ബഷീറിനെ വിളിച്ച് ഇപ്പോൾ തെങ്ങ് പിന്നെ മാറ്റിക്കൊണ്ട് ഇപ്പം കുറച്ച് സ്ഥലം നിൽക്കുന്നത്. അപ്പം ഭീമമായ വലിയൊരു പിന്നെ സ്ഥലം ഇപ്പം പോയെടുത്ത് കഴിഞ്ഞു. ഇനിയിപ്പം ഭീഷണിയായിട്ട് നിൽക്കുന്നതാണ് ഇപ്പം മണ്ടോളുണ്ട് അമ്മദ് എന്ന് പറഞ്ഞ ആൾ. ഇപ്പം യമീദ് തന്നെ വികലാംഗനാണ്. തൊട്ടപ്പുറത്തേക്ക് ഈ അഷറഫ്, പിന്നെ ഉഷാദ്, അപ്പുറത്തെ നസീറിൻ്റെ വീട്, കുഞ്ഞമ്മയുടെ വീട്. ഇതിലിപ്പം ഇനി അടുത്ത് കഴിഞ്ഞ് ചെറിയ മീറ്ററുകളാണ് വീടിനോടിപ്പം നിൽക്കണ്ടു. ശരിക്കും 2 ഏക്കർ എൻ്റെ പിന്നെ ചുവടെയുള്ള സ്ഥലം. മൊത്തത്തിൽ സ്ഥലത്തിൻ്റെ ഉടമകൾ ഒരുപാടുണ്ട്. എനിക്ക് ജയ്സലിൻ്റെ സ്ഥലമാണ് ഇപ്പുറത്തുള്ളത്. ഇതിൽ ഏകദേശം പോയി കഴിഞ്ഞ്. പിന്നെ ഇത് അഷറഫ്, ഇവരെല്ലാം സ്ഥലം പോയി കഴിഞ്ഞ്. ഇപ്പം ഭീഷണിയായിട്ട് നിൽക്കുന്നത് ഇപ്പം മെയിനായിട്ട് വീടും 10-20ഓളം ആളുകൾ കുടിവെള്ളം ആശ്രയിക്കുന്ന കിണറുണ്ട്. തീരത്തുള്ള നിരവധി വൃക്ഷങ്ങൾ ഇതിനകം തന്നെ പുഴയെടുത്തു. മരങ്ങളുടെ ഭാരം കാരണം തീരം കൂടുതൽ ഭാഗം ഇടിയാതിരിക്കുന്നതിനായി കുറ്റ്യാടി ജനകീയ ദുരന്ത നിവാരണ സേന ചെയർമാൻ ബഷീർ നരയൻകോടിന്റെ നേതൃത്വത്തിൽ വളണ്ടിയർമാരെത്തി പുഴയോരത്തുള്ള തെങ്ങ്, കവുങ്ങ് തുടങ്ങിയ മരങ്ങൾ മുറിച്ചുമാറ്റി. കക്കയം അണക്കെട്ടിന്റെ ഷട്ടറുകൾ തുറന്ന് പുഴയിലെ ജലമൊഴുക്ക് വർദ്ധിച്ചാൽ കൂടുതൽ ഭാഗം ഇടിയുമെന്ന ആശങ്കയിലാണ് നാട്ടുകാർ. ന്യൂസ് ബ്യൂറോ, കുറ്റ്യാടി.